ഇത് നട്ടപ്പാതിരി ഒന്നല്ല കേട്ടോ, ഇത് നല്ല വെളുപ്പാങ്കാലാണ്, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്ര നേരത്തെ കുളിച്ചത് എന്താണെന്നല്ലേ, ഞങ്ങൾ തറവാട്ടമ്പലത്തേക്ക് പോകാം കേട്ടോ, അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തേക്കാണ് പോണത്. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ 4 മണി 5 മണി നേരത്താണ് കാലത്ത് ഓട്ടം പോകാറ്. അച്ഛന് 1-2 സ്ഥിര ഓട്ടങ്ങളുണ്ട് കേട്ടോ അമ്പലത്തേക്കൊക്കെ ആയിട്ട്. അപ്പോൾ അച്ഛൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഞാൻ നേരെ പോന്നു സെറ്റ് മുണ്ട് എടുക്കാൻ വേണ്ടിയിട്ടോ. ഞാൻ ഈ സെറ്റ് മുണ്ടാണ് എടുക്കണത്. പിന്നെ ഞങ്ങൾ റെഡിയായി, ഞാനും അമ്മയും തുമ്പിയും കൂടിയിട്ടാണ് കേട്ടോ പോണത്. ബസ്സിനാണ് പോണത്. വടക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അച്ഛൻ്റെ വീട് വരുന്നത്. ഇതാണ് അച്ഛൻ്റെ തറവാട്ടമ്പലം. ഇപ്പം അതിൻ്റെ പ്രതിഷ്ഠയോ എന്തോ ഒരു ഇതായിട്ട് ഒരു പൂജ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കാണുന്നതാണ് അച്ഛൻ്റെ വീട്. ഇതാ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ അച്ഛൻ്റെ വീട്. പിന്നെ ഞങ്ങൾ നേരെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ഇത് അച്ഛൻ ജനിച്ച് വളർന്ന വീടാണ് കേട്ടോ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരുപാട് നല്ല ഓർമ്മകളുള്ളൊരു വീടാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ അച്ഛമ്മയുടെ മരണശേഷം അങ്ങനെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചു ഹസ്ബൻഡ് എവിടെയാണ്, ചേച്ചി എന്താ ഹസ്ബൻഡിൻ്റെ കൂടെ വീഡിയോ എടുക്കാത്തതെന്ന്. രഞ്ജിത്തേട്ടൻ നാട്ടിലില്ല കേട്ടോ. രഞ്ജിത്തേട്ടൻ നാട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ ആളായിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ.